ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ആവും. ചിക്കൻ ഫ്ലോപ്പായി. നമുക്കിന്നൊരു സൺഡേ ലഞ്ച് വീഡിയോ ആണ്. ഹലോ ഗൈസ്, നമുക്കിന്നൊരു സൺഡേ ലഞ്ച് വീഡിയോ ആണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗീ റൈസും ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ ചോറും അവക്കയല്ലേ കഴിക്കുക. അപ്പോൾ ഇന്നൊരു വെറൈറ്റി എന്നല്ല, നിങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗീ റൈസും ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗീ റൈസ് ഇവിടെ സൊരേട്ടൻ ആക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അല്ല സൊരേട്ടാ? ചിക്കൻ കറിയിൽ നമ്മൾ ആദ്യം എന്താ ഇട്ടത്? ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഞാനാണെങ്കിൽ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തല്ലേ മതിയില്ലേ? അപ്പൊ നമ്മൾ ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഈ ഗീ റൈസിന്റെ കൂടെ ചിക്കൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈയും കൂടെ ചെയ്യാം. മഞ്ഞൾ, എന്താ ഭയങ്കര ഒരു എന്താ ആഡംബരമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഒന്നുമില്ല കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ. കുറച്ച് മഞ്ഞള് ഇത് പൊട്ടിച്ചിട്ടില്ലാലോ. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് കുറച്ച് എരിവ് കുറവായിരിക്കുമല്ലോ. കുറച്ച് ഉപ്പ്, ചെറുനാരങ്ങയും കൂടെ കുറച്ച് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആണല്ലേ. ഈ ഗീ റൈസിന്റെ കൂടെ നല്ല ലൂസ് ആയിട്ടുള്ള ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിക്കൻ ഫ്രൈ ഞാനിതവിടെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കഴുകി വെച്ച ചിക്കനും കൂടെ ഇട്ട് നമ്മൾ വേഗം തന്നെ നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആവാൻ പോവാം. നമുക്ക് ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാം. ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ കാശ്മീരി മാത്രമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒട്ടും എരിവില്ല, ടേസ്റ്റുമില്ല. ഗൈസ്, എൻ്റെ ചിക്കൻ ഫ്രൈ കോളാക്കി ഇവിടെ കുറച്ച് നമുക്ക് ഇതും കൂടെ ഇടാം. അതൊരു പൊടി മസാലയാണോ? ഇതൊന്നും പൊരിഞ്ഞു വരുമ്പോൾ എരിവുണ്ടോ, കയ്പുണ്ടോ, ഉള്ളില്ലെങ്കിൽ ചിക്കൻ ഫ്ലോപ്പായി. മുളക് പൊടിയിട്ടില്ല, കാശ്മീരി മാത്രമേ ഇട്ടുള്ളൂ. അത് സൊരേട്ടൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്
പിന്നെ എന്താ കുറച്ച് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മറ്റേ സംഭവത്തിന് പറയാം കറുവപ്പട്ട ഞാൻ വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടേ. പറ്റില്ല ജീവനോടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ആവും. അപ്പൊ ഡയറ്റ് ഫുഡാണ് ഇന്ന്. ഇതാണ് ഡയറ്റ് ഫുഡ് കേട്ടോ. ഒരു മിനിറ്റ്, ഇതാണ് കേട്ടോ ഡയറ്റ് ഫുഡ്. സാരമില്ല. അപ്പം നമ്മുടെ ചിക്കൻ കറി, ഗീ റൈസ്, ചിക്കൻ ഫ്രൈ, പിന്നെ ചമ്മന്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്.